കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ്. അപ്പക്കാരം അതും കൂടെ ചേർത്ത്, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനൊരു 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങളൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടിക്കോളും. മുട്ട നല്ലപോലെ ബീറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും നല്ലപോലെ ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുമൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരിച്ച് വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ടോ മറ്റോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പകുതി ആക്കി വെക്കാം. ഞാൻ ഇതിൽ 2 കളർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരു കേക്ക് തന്നെ ഉണ്ടാക്കിയാൽ മതിയാകും. ഞാനിപ്പോൾ കളറുള്ളത് കൊണ്ട് 2 പകുതിയാക്കിയിട്ട് 2 കളർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒന്നിൽ നീലയും ഒന്നിൽ പിങ്കും ആയിട്ട് കളറൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്തിട്ട് നമ്മൾ അധികം ഇനി പുറത്ത് വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. ഞാനൊരു ട്രേയിൽ ബട്ടർ പേപ്പർ കുറച്ച് എണ്ണ തടവിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ വെന്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓട്ടയായിട്ട് കാണും. അതില്ലാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഞാനൊരു പഴയ പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പ്രീ ഹീറ്റ് ചെയ്യുന്നതാണ്. ഇതിലേക്കാണ് നമ്മളിനി കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. ഇത് ഞാൻ ഒരു 5 മിനിറ്റോളമായി ഇത് ചൂടാക്കാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. ഇതിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ടിന്ന് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൽ ആവിയെല്ലാം പുറത്തേക്ക് പോയിട്ട് കേക്കിൽ ആവി വന്ന് വീഴും. അതുകൊണ്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡെല്ലാം ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് കുത്തി നോക്കാം. കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ 2ാമത്തെ കേക്കും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ട ക്രീം തയ്യാറാക്കാം. അതിന് ഞാൻ 2 മുട്ടയുടെ വെള്ള എടുത്ത് വെച്ചിട്ടുണ്ട്.
അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നാരങ്ങ നീര് അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ മുട്ടയുടെ മിക്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ചൂടിൽ കിടന്ന് ഇതൊന്ന് ആവാനുണ്ട്. അധികം വെന്ത് പോകരുത്, എന്നാലും ഇതൊന്ന് നല്ലപോലെ ഒന്ന് ആയി കിട്ടാനുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 2 തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ ചൂടോടെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫോർക്ക് വെച്ചിട്ടോ ആണെങ്കിൽ ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ ചെയ്യുകയാണെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ആയാലേ ഇത് നല്ലപോലെ ക്രീമായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധിക്കും. സാധാരണ വിപ്പിംഗ് ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ ചെയ്താൽ കിട്ടിക്കോളും. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 കേക്കിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ നീല കേക്കിൽ നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടാൻ. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ നല്ലപോലെ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മറ്റേ കേക്ക് കൂടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഇതിലും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലും നല്ലപോലെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയില്ലേ? 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ അലിയിച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നല്ലപോലെ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തണുപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സൈഡിലും ഇതുപോലെ തേച്ച് കൊടുക്കാം. എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ലെവലാക്കി എടുക്കാം. ഇത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് കണ്ട ഫ്ലവർ വരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ 2 കളറായിട്ടാണ്, കേക്ക് നീലയും പിങ്കും ആയതുകൊണ്ട് ഞാൻ അതേപോലത്തെ ക്രീം തന്നെയാണ്, ക്രീമിലും അതേ കളർ തന്നെ ചേർത്തിട്ട് ഒരു ബാഗിൽ തന്നെ 2 കളർ ചേർത്തിട്ടുണ്ട്. നമുക്കത് വെച്ച് നമുക്ക് ഫ്ലവർ വരയ്ക്കാം. മുകളിലെല്ലാം ഫ്ലവർ വരച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ തന്നെ സൈഡിൽ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം വരച്ചെടുക്കാം. നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് ഈസി ആയിട്ട് കുട്ടികൾക്കെല്ലാം ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വിപ്പിംഗ് ക്രീമെല്ലാം കിട്ടാൻ പ്രയാസമുള്ള സമയത്ത് നമുക്ക് മുട്ട വെച്ച് ഇതുപോലെ ക്രീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.